NCERT +2 അക്കൗണ്ടിംഗ് പാഠഭാഗമായ അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തിയററ്റിക്കൽ പാർട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 3 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ വീഡിയോയിൽ പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിലെ അലോട്ട്മെന്റ് പ്രൊസീജിയറും അതുപോലെ തന്നെ കോൾസ് പ്രൊസീജിയേഴ്സും ആണ്. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻപ് അതായത് 3rd പാർട്ടില് ആപ്ലിക്കേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ്, ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന്റെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്, ജേർണൽ എൻട്രീസ് ഒക്കെയാണ് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് അലോട്ട്മെന്റും അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസും ആണ്. ഇനി അലോട്ട്മെന്റ് പ്രോസസ് ആണ്. അതായത് ഷെയർ ആപ്ലിക്കേഷൻ മണി ഒക്കെ റിസീവ് ചെയ്തു, നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് അതൊക്കെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അടുത്ത പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് എന്താണ്, പ്രൊസീജിയർ എന്താണെന്നൊക്കെ ഞാൻ തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ അറിയാത്തവർ, അലോട്ട്മെന്റ് എന്താണെന്ന് അറിയാത്തവർ ആ വീഡിയോ പോയി കാണണം. അപ്പം അലോട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്ന ജേർണൽ എൻട്രികൾ മെയിൻ ആയിട്ട് 2 ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പോലെ തന്നെ മെയിൻ ആയിട്ട് 2. അതായത് 1 ഡ്യൂ ആകുന്നു, 2 മണി റിസീവ് ചെയ്തു. ഇപ്പൊ മണി ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നേരെ തിരിച്ചായിരുന്നു അല്ലെ. കമ്പനി ഇൻവൈറ്റ് ചെയ്തതും അതിനുശേഷമായിരുന്നു ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മണി റിസീവ് ചെയ്തതാണ്. അതേസമയം അലോട്ട്മെന്റിൽ ആദ്യം ഡ്യൂ ആകുന്നെന്ന് കമ്പനി കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നു. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ആ പ്രീവിയസ് എക്സാമ്പിളിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഷെയർ അലോട്ട്മെന്റിന് ഡെബിറ്റ് ചെയ്യുന്നു, നമുക്ക് കാശ് കിട്ടിയിട്ടില്ല അല്ലെ, ഡ്യൂ ആണ്, കമ്പനിക്ക് അവര് കാശ് തരാനുണ്ട്. അപ്പം അതുകൊണ്ട് ഷെയർ അലോട്ട്മെന്റിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡെബ്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ അപ്പൊ ഷെയർ അലോട്ട്മെന്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതിനുശേഷം എങ്ങോട്ടാ അത് മാറ്റുന്നത്? ഷെയർ ക്യാപിറ്റലിലോട്ട്. ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നമ്മൾ ഒരു 1000 വട്ടം ഇപ്പൊ തന്നെ ഈ വീഡിയോയിലും നേരത്തെ വീഡിയോയിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മറക്കരുത്. ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്, ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഡ്യൂ ആയതിന്റെ എൻട്രി പറഞ്ഞു. ഇനി അടുത്തത് റിസീവ് ചെയ്യും. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അലോട്ട്മെന്റിനും ശേഷമുള്ള പ്രൊസീജിയർ ആണ് കോള്. ഇവിടെ കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുകയാണ് അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർസിന്റെ വാല്യൂ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്രൊസീജിയർ ആണ് കോള്. ഇപ്പൊ ഫസ്റ്റ് കോൾ ഉണ്ടാവും, സെക്കൻഡ് കോൾ ഉണ്ടാവും, തേർഡ് കോൾ ഉണ്ടാവും. ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കോളിൽ തന്നെ ഫുൾ പേയ്മെന്റും അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർസിന്റെ വാല്യൂ ഫുള്ളും പേ ചെയ്യാനും സാധിക്കും. അപ്പം ഇവിടെ കോൾ ചെയ്യുമ്പോഴത്തേക്കും കമ്പനി ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അത് എന്താന്ന് നോക്കാം. കമ്പനി കോൾ ചെയ്യുമ്പോഴത്തേക്കും ഷെയറിന്റെ ഫേസ് വാല്യൂന്റെ 25% എബോവ് വാല്യൂ വരാൻ പാടില്ല. അപ്പൊ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ പെർ ഷെയർ എന്നൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ തന്നിരിക്കും. അതായത് ചിലപ്പോൾ 10 ആകാം, 10 പെർ ഷെയർ ആകാം, 100 ആകാം. അപ്പൊ ഒരു ഷെയറിന്റെ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് 10 ആണെങ്കിൽ അതിന്റെ 25% എന്ന് പറയുമ്പോൾ 2.5, 100 ആണെങ്കിൽ 25% എന്ന് പറയുന്നത് 25. അപ്പൊ അതിന്റെ എബോവ് ആകാൻ പാടില്ല. കമ്പനി 2 കോൾസ് ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് കോൾ ഉണ്ടാവും, സെക്കൻഡ് കോൾ ഉണ്ടാവും, തേർഡ് കോൾ ഉണ്ടാകാം. ഈ കോൾസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇന്റർവെൽ ആയിട്ട് 1 മാസമെങ്കിലും ഉണ്ടാവണം. അതല്ല എങ്കിൽ ഇപ്പൊ 1 മാസത്തിനിടയിൽ തന്നെയാണ് വിളിക്കുന്നതെങ്കിൽ, സെക്കൻഡ് കോൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. ഈ 2 റൂൾസ് ആണ് പറയുന്നത്. ഇനി വരുന്നത് കോൾസിൽ ഉണ്ടാകുന്ന കോൾസിന് അരിയേഴ്സും കോൾസിന് അഡ്വാൻസും ആണ്. അത് വേറൊരു വീഡിയോയിൽ ഉണ്ടാവും. അത് മാത്രമായിട്ട് ചെറിയൊരു വീഡിയോ ഉണ്ടാവും, അത് കാണുക. ഇനി കോളിൽ വരുന്ന ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 2 ജേർണൽ എൻട്രീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് കോൾ ഡ്യൂ ആയി, അതോടൊപ്പം കോൾ മണി റിസീവ് ചെയ്യുന്നു. ഇങ്ങനെ 2 എൻട്രീസ് അലോട്ട്മെന്റ് പ്രൊസീജിയർ പോലെ തന്നെ സെയിം ആണ്. ഇപ്പൊ ഇവിടെ ഡ്യൂവില് കമ്പനി ഷെയർ ഹോൾഡേഴ്സിനോട് അറിയിക്കുകയാണ് നിങ്ങളുടെ എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. അപ്പോൾ വരുന്ന ജേർണൽ എൻട്രി ഏതാണെന്ന് നോക്കാം. ഷെയർ കോൾ അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ ഷെയർ കോളിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു ഡ്യൂ ആണല്ലേ, അവര് കാശ് നമുക്ക് തന്നിട്ടില്ല. തിരുനരം വരെ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡെപ്റ്റേഴ്സ് ആയിട്ട്, തന്നതിന് ശേഷം ക്രെഡിറ്റേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഡെപ്റ്റേഴ്സിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. അതുകൊണ്ട് ഏത് കോൾ ആണോ, ഫസ്റ്റ് കോൾ ആകാം, സെക്കൻഡ് കോൾ ആകാം, തേർഡ് കോൾ ആകാം, അപ്പം ആ കോളിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ ക്യാപിറ്റൽ. ഈ എമൗണ്ട് ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ആവുന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു.
അതാണ് ഷെയർ കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നറേഷൻ. രണ്ടാമത്തെ ജേണൽ എൻട്രി റിസീവ്ഡ് ഓഫ് കോൾ എമൗണ്ട് ആണ്. കാശ് ഇങ്ങോട്ട് വരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ കോൾ അക്കൗണ്ട്. ഏത് പ്രോസസ്സിലാണ് കാശ് കിട്ടിയത് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു കാശ് തന്നതിന് ശേഷം നമുക്ക് എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ അവരെ ഡെബിറ്റ് ചെയ്യുന്നു. നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്തതിന് ശേഷം അവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ കോൾ അക്കൗണ്ട്. നറേഷനിലെ കോൾ മണി റിസീവ്ഡ്. ഈ രണ്ട് എൻട്രീസ് ആണ് നോർമൽ ആയിട്ട് വരുന്നത്. ഇതിന് ഇടയിൽ വരുന്നതാണ് കോൾസ് ഇൻ അരിയേഴ്സ് വരാം, കോൾസ് ഇൻ അഡ്വാൻസ് വരാം. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ എൻട്രിയിൽ ഉണ്ടാകും. അപ്പം അത് എൻട്രിയിൽ മാത്രമല്ല, നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ടിലൊക്കെ വ്യത്യാസം വരും. അതിനി കോൾസ് ഇൻ അരിയേഴ്സും കോൾസ് ഇൻ അഡ്വാൻസും ഒക്കെ വേറൊരു വീഡിയോയിൽ നല്ല രണ്ടും കൂടി താരതമ്യം ചെയ്തും അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ അത് കാണാൻ നോക്കണം. ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് മാത്രം ഒന്ന് നോക്കാം. ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലോട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഷെയർ ആപ്ലിക്കേഷൻ മണി റിജക്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറയുന്ന എൻട്രി വരും. ഇപ്പം ആപ്ലിക്കേഷന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഇനി അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ആപ്ലിക്കേഷന്റെ പ്രൊസീജിയർ വരുന്നു. അപ്പം ഇതിന്റെ ഇടയിൽ ഇനി പ്രോറേറ്റയുടെ എൻട്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ റിജക്ഷന്റെ ആദ്യം പറഞ്ഞു, ഇനി പ്രോറേറ്റ വരുന്നുണ്ടെങ്കിൽ അത് വരും. അതിന്റെ എൻട്രി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള എൻട്രിയും വരും. ഇപ്പം അതൊന്നും പറയുന്നില്ല, ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നോർമൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും എൻട്രി വരുന്നത്. ഇനി ആറാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഫസ്റ്റ് കോള് ഡ്യൂ ആകുന്ന എൻട്രി ആണ് ആറാമത്തേത്. ഇനി ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇനി വരുന്നത് ഷെയർ സെക്കൻഡ് കോൾ വരുന്നു, തേർഡ് കോൾ വരുന്നു. അതെല്ലാം സെയിം എൻട്രി ആണ്. ഫസ്റ്റ് കോളിന് പകരം സെക്കൻഡ് കോൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. മണി റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ സെക്കൻഡ് കോള്. അതിനുശേഷം തേർഡ് കോള് ഷെയർ തേർഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ തേർഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ജേണൽ എൻട്രീസ്. ഇതിന്റെ ഇടയിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് വരാം, കോൾസ് ഇൻ അരിയേഴ്സ് വരാം. അതിന്റെ ഒന്നും ജേണൽ എൻട്രീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അത് ഇനി ഒരു വീഡിയോയിൽ കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ എൻട്രിയിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം ആ വീഡിയോയിൽ.